Good evening, everybody. ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക്, പവർ, ഇത് രണ്ട് കാര്യങ്ങളാണ് കണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് വർക്ക് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. വർക്കിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, ജൂൾ. അതായത് ഒരു ന്യൂട്ടൺ ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മീറ്റർ അതിലൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഒരു ജൂൾ വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് ഒരു ന്യൂട്ടൺ മീറ്റർ ടു 1 ജൂൾ. അതിന്റെ ഒരു കൺവേർഷൻ ടേബിൾ ഒക്കെ ഞാൻ അയച്ചിരുന്ന നോട്ടിൽ ഉണ്ട്. അതുപോലെ പവർ നമ്മൾ കണ്ടു. നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ റേറ്റ്, നിരക്കാണ് പവർ എന്ന് പറയുന്നത്. അതായത് ചെയ്ത വർക്കിനെ അതിന് അടുത്തതായിട്ടുള്ള സമയം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പവർ. പവറിന്റെ യൂണിറ്റ് നമ്മൾ കണ്ടു, വാട്ട് ആണ് പവർ. അതായത് ഒരു സെക്കൻഡിൽ ഒരു ജൂൾ വർക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മൾ ഒരു വാട്ട് പവർ കൺസ്യൂം ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ ഈ പവറിന്റെ രണ്ട് വെറൈറ്റീസ്, പിന്നെ ഇലക്ട്രിക്കൽ പവർ, മെക്കാനിക്കൽ പവർ നമ്മൾ കണ്ടു. മെക്കാനിക്കൽ പവറിന്റെ നമ്മൾ രണ്ട് വേരിയേഷൻസ് കണ്ടു. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ. അതായത് ഒരു എഞ്ചിൻ അല്ലെങ്കിൽ ഒരു യന്ത്രം അത് ആക്ച്വലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അല്ലെങ്കിൽ IHP. അതുപോലെ അതുപയോഗിച്ച് ആ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഇപ്പോ ഇതിന്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇന്റേണൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുന്ന ഡിവൈസിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഏത് മീഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിലൊക്കെ കൂടി വരുന്ന ചില ചെറിയ ലോസുകൾ വരും. ആ ലോസ് കഴിച്ചിട്ട് ബാക്കി എഫക്റ്റീവായിട്ട് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്ന പവറിനെയാണ് നമ്മൾ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയാം. അപ്പൊ ആ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ചെയ്യുമ്പോൾ ഈ ഇന്റേണൽ ആയിട്ട് വരുന്ന ലോസസ് ഡിഡക്ട് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഹോഴ്സ് പവർ ലഭിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി ഈ പവർ സാധാരണ അതിന്റെ ഒരു പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹോഴ്സ് പവർ അല്ലെങ്കിൽ HP എന്നാണ് പറയാം. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്. ബ്രിട്ടീഷ് HP ഉണ്ട്, മെട്രിക് HP ഉണ്ട്. ഒരു മെട്രിക് HP എന്ന് പറയുന്നത് 735.5 വാട്ടാണ് ഒരു മെട്രിക് HP എന്ന് പറയുന്നത്. അതുപോലെ 1 HP ബ്രിട്ടീഷ് എന്ന് പറയുന്നത് 746 വാട്ട് ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാട്ട് തന്നെ നമ്മൾ 735.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മെട്രിക് HP, അതുപോലെ 746 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബ്രിട്ടീഷ് HP കിട്ടും. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട് പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, a weight of 55 kg is raised vertically through a height of 13 meter in 10 seconds. Then what is the power? അതായത് 55 കിലോഗ്രാം വരുന്ന ഒരു വെയിറ്റ് 13 മീറ്റർ നേരെ മുകളിലേക്ക് ഉയർത്തി. അതിന് എടുത്തതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് 10 സെക്കൻഡാണ്. ഉയർത്തിയ ഹൈറ്റ് 13 മീറ്റർ. അപ്പോൾ അതിന്റെ പവർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 55 kg ആണ്. അത് നേരെ മുകളിലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു വർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് 55 × 9.8. ഇനി നമ്മുടെ വർക്ക് എന്ന് പറയുന്നത്, വർക്ക് ഡൺ
equal to force into distance അല്ലെങ്കിൽ displacement. So that is equal to 55 into 9.8 into 13 meter. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് അതിന്റെ പവർ എത്രയാണെന്നുള്ളതാണ്. അപ്പൊ ഈ വർക്ക് ചെയ്യുന്നതിന്റെ റേറ്റ് ആണ് പവർ. അപ്പൊ നമുക്ക് ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ അതിനടുത്തായിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 10 seconds ആണ്. അപ്പൊ പവർ ഇസ് ഈക്വൽ ടു equal to 55 into 9.8 into 13 divided by 10. That is equal to 700.7 വാട്ട് ആണ് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് തരുമ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് HP എന്നോ അല്ലെങ്കിൽ മെട്രിക് HP എന്നോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിനെ ഡിവൈഡ് ചെയ്ത് വെക്കണം. ഇപ്പൊ ഇത് മെട്രിക് HP പറയുകയാണെന്നുണ്ടെങ്കിൽ 700.7 ഡിവൈഡഡ് ബൈ 735.5. അതുപോലെ ബ്രിട്ടീഷ് HP ആണെന്നുണ്ടെങ്കിൽ 700.7 ഡിവൈഡഡ് ബൈ 746. അത് കിട്ടുന്ന എത്രയാണെന്ന് വെച്ചാൽ അത് അങ്ങനെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇത്ര വരെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം ഉള്ളൂ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഒന്ന് നോക്കാം. If a mass of 50 kg is moved through a distance of 50 meter in 20 seconds, then distance of 5 meter ആണ് 50 അല്ല, in 20 seconds, then what is the power? അതായത് 50 കിലോഗ്രാം മാസ് 5 മീറ്റർ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്നു. അതിനെടുക്കുന്നതിനുള്ള സമയം 20 സെക്കൻഡ് ആണ്. Then what is the power? അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മാസാണ്. അപ്പൊ മാസിനെ നമുക്ക് അതിന്റെ ആ ഫോഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി, അതാണ് ആ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 9.8. മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ. അപ്പൊ ഇതിന്റെ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 into 9.8 into 5 meter. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത്രയും വർക്ക് ചെയ്യാൻ ആവശ്യമായി അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഉപയോഗിച്ചതായിട്ടുള്ള പവർ എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 into 9.8 into 5 divided by time. എത്ര സെക്കൻഡ് ആയിരുന്നു? 20 seconds. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 122.5
6.25 വാട്ടാണ് നമുക്ക് പവർ കിട്ടുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് ഹോഴ്സ് പവറോ മെട്രിക് ഹോഴ്സ് പവറോ ആക്കണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ആ ഒരു കൺവെർഷൻ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ്. ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇൻഡിക്കേറ്റർ ഹോഴ്സ് പവറിനെ കുറിച്ചും ബ്രേക്ക് ഹോഴ്സ് പവറിനെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇതിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള പവർ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറില്ല. അതിനകത്ത് ചെറിയ ലോസുകൾ വരുന്നുണ്ട്. ലോസുകൾ കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഈ മെക്കാനിക്കൽ ബ്രേക്ക് ഹോഴ്സ് പവർ എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ബ്രേക്ക് ഹോഴ്സ് പവറും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് സാധാരണ രീതിയിൽ അത് പെർസെന്റേജിലാണ് പറയാ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ വരുന്നത് മെക്കാനിക്കൽ എഫിഷ്യൻസി ഈക്വൽ ടു BHP divided by IHP into 100. ഇതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് കിട്ടുന്നതായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ടുള്ള പവർ, അതാണ് എഫിഷ്യൻസി. അപ്പൊ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് BHP ബൈ ബ്രേക്ക് ഹോഴ്സ് പവർ ഡിവൈഡ് ബൈ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇൻറ്റു 100. ഇതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി. മറ്റൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. A motor receives 4 kilowatt of power and delivers 4 HP. അത് മെട്രിക് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. Then what is the efficiency of the motor? ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് മോട്ടോർ റിസീവ്സ് 4 കിലോവാട്ട് ഓഫ് പവർ. അതായത് മോട്ടറിന്റെ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് 4 കിലോവാട്ട് ആണ്. ആൻഡ് ഡെലിവേഴ്സ് 4 HP, മെട്രിക് HP ആണ് ആ മോട്ടോർ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള പവർ. ദെൻ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദ മോട്ടോർ? അപ്പൊ നമ്മൾ ഇവിടെ ഇതും 4 കാണുമ്പോൾ കൺഫ്യൂസ് ആവണ്ട. ഇത് 4 കിലോവാട്ടും ഇത് 4 HP ആണ്. അപ്പൊ രണ്ടിനെയും നമ്മൾ വാട്ടിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് IHP ഈക്വൽ ടു 4 കിലോവാട്ട്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 4 കിലോവാട്ട് ആണ്. ഈക്വൽ ടു 4 into 1000 ദാറ്റ്സ് ഈക്വൽ ടു 4000 വാട്ട്. അതുപോലെ ആ മോട്ടോർ ഉപയോഗിക്കുന്നതായിട്ടുള്ള പവർ അല്ലെങ്കിൽ മോട്ടോർ ഡെലിവറി ചെയ്യുന്നതായിട്ടുള്ള പവർ എന്ന് പറയുന്നത് BHP ഈക്വൽ ടു 4 HP മെട്രിക്. അപ്പൊ ഒരു മെട്രിക് HP എന്ന് പറയുന്നത് അത്രയാണ് ഞാൻ പറഞ്ഞു 735.5 വാട്ടാണ് ഒരു മെട്രിക് HP. ദാറ്റ്സ് ഈക്വൽ ടു 4 into 735.5 is equal to 942 watt. So efficiency equal to BHP by IHP into 100. That is equal to BHP എന്ന് പറയുന്നത് 2942 divided by IHP 4000 into 100 equal to 2942 by 40. 2942 by 40 ദാറ്റ്സ് ഈക്വൽ ടു 73.55%. അപ്പൊ ആ മോട്ടറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 73.55%. അതായത് ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന പവറിന്റെ 73.55% മാത്രമാണ് അതിന്റെ ഒരു യൂസ്ഫുൾ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
ഇന്നത്തെ ക്ലാസ് എത്രയും മതി. ഇത് എല്ലാവരും നോട്ട്സിലേക്ക് പകർത്തുകയും ഇതിന്റെ നോട്ട്സിന്റെ പോർഷൻ മെക്കാനിക്കൽ എഫിഷ്യൻസി മാത്രമേ നമ്മൾ നോട്ടായിട്ട് എഴുതാത്തുള്ളൂ. അത് കഴിഞ്ഞ ദിവസം അയച്ച നോട്ടിനകത്ത് അതിന്റെ പോർഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട്സിലേക്ക് പകർത്താം. അതുപോലെ പ്രോബ്ലംസും പകർത്താം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ആരും തന്നെ ഒന്നും റെസ്പോണ്ട് ചെയ്ത് കാണുന്നില്ല. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. അധികം പുറത്തേക്ക് കറങ്ങാനൊന്നും പോവാതെ വീടുകളിൽ തന്നെ കഴിയുക. നമ്മളുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സ്വയം ഒരു ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറുക. ബി സേഫ്. താങ്ക് യു.